ഹേ ഗൈസ്, നമുക്കൊന്ന് ലിപ് ബാം ഹോൾഡർ ഉണ്ടാക്കിയാലോ? അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ടൈം പാസിന് ഇരുന്ന് ചെയ്തതാണ്. അപ്പൊ നിങ്ങൾക്കും കൂടി ഞാൻ സ്റ്റിച്ച് പറഞ്ഞുതരാൻ ഓർത്തു. അപ്പൊ ഒരു അടിപൊളി ഐറ്റമാണ്, എവിടെ വേണമെങ്കിലും തൂക്കി നടക്കാം. അപ്പോ അതിന് വേണ്ടിയിട്ട് 4 ആണ്, ഒരു 3mm ഹൂക്ക് സൈസ് ഹൂക്കുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോ ആദ്യം നമുക്ക് റൗണ്ട് 1 ചെയ്യാം. 8 സിംഗിൾ ക്രോഷ ഇൻ ദ മാജിക് റിംഗ്. ഇതിലാകെ നിസ്സാരം കുറച്ച് സ്റ്റിച്ച് പഠിക്കാനുള്ളൂ, അധികം ടൈം ഒന്നും വേണ്ട ഇതിനു വേണ്ടി ചെലവഴിക്കാൻ. അപ്പോ ഈ ഒരു സ്റ്റിച്ച് റൗണ്ട് 2 8 ഇൻക്രീസ് ആണ്. ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ഓരോ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ വീതം വെച്ച് ചെയ്യാം. വളരെ സിമ്പിൾ ആണ്, അധികം സ്റ്റിച്ച് ഇല്ല. അപ്പൊ ഈ റൗണ്ട് കഴിയുമ്പോൾ നിങ്ങൾ ഇടാൻ വെക്കുന്ന ലിപ്സ്റ്റിക്കോ ലിപ് ബാമോ സൈസ് ഒന്ന് നോക്കാം, കാരണം അവിടെയാണ് നമ്മുടെ സൈസ് നിശ്ചയിക്കുന്നത്. ഇനി റൗണ്ട് 3 തൊട്ട് റൗണ്ട് 23 വരെ ഫുൾ സിംഗിൾ ക്രോഷ. വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ചിലപ്പോൾ നിങ്ങളുടെ ലിപ്സ്റ്റിക്കിനോ ലിപ് ബാമിനോ ചിലപ്പോൾ അധികം ഹൈറ്റ് വേണ്ടി വരില്ല, ചിലപ്പോൾ ഓവർ ഹൈറ്റ് വേണ്ടി വരും. അപ്പൊ നിങ്ങളുടെ ഇഷ്ടാനുസരണം സൈസിന്റെ നീളം കൂട്ടാം, നീളം കുറയ്ക്കാം. ഇപ്പൊ എന്റെ ലിപ്സ്റ്റിക്കിന്റെ സൈസാണ് ഞാനിതിൽ ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് 55 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഇത് നമുക്ക് ഇതിന്റെ ഒരു വള്ളിയായിട്ട് എന്താ പറയാ, തൂക്കിയിടുന്നൊരു വള്ളിയാണിത്, അതാണ് മേക്ക് ചെയ്യുന്നത്. അത് യാൺ കട്ട് ആൻഡ് പുൾ ത്രൂ ചെയ്യാം. ഇനി നെക്സ്റ്റ് നമുക്ക് വൈറ്റ് എടുക്കാം. ഞാൻ സെലക്ട് ചെയ്ത വൈറ്റ് ആണ്, നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോ 8 സിംഗിൾ ക്രോഷ ഇൻ ദ മാജിക് റിംഗ്. നമ്മള് ഫ്ലവർ മേക്കിംഗ് ആട്ടോ ചെയ്യുന്നത്. ഫ്ലവറിന്റെ പെറ്റൽസിന്റെ നടുക്ക് ചെയ്യുന്ന പാർട്ടാണ് ചെയ്യുന്നത്. റൗണ്ട് 2 8 ഇൻക്രീസ് ഇൻ ഓൾ സ്റ്റിച്ച്. ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ഇൻക്രീസ് ചെയ്യാം. ദെൻ റൗണ്ട് 3 1 സിംഗിൾ ക്രോഷ. ആ റൗണ്ട് കംപ്ലീറ്റ് 1 സിംഗിൾ ക്രോഷ ചെയ്യാം. റൗണ്ട് 4 1 ഇൻക്രീസ് 1 സിംഗിൾ ക്രോഷ. അങ്ങനെ ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. റൗണ്ട് 5 എല്ലാ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ വീതം വെച്ച് ചെയ്യാം. ഇനി നമുക്ക് ജസ്റ്റ് അതിലൊന്ന് ഓക്കെ ആണോ എന്ന് നോക്കാം. ഓക്കെ ആയിട്ട് ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ അവിടെ യെല്ലോ കളറാണ് പെറ്റൽസ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ സ്റ്റിച്ച് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം 4 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം തൊട്ടിപ്പുറത്തെ ചെയിനില് 4 ട്രിപ്പിൾ ക്രോഷ ചെയ്യുക. അതായത് 3 പ്രാവശ്യം ചുറ്റിയിട്ട് ഡബിൾ ക്രോഷ പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അതായത് ഇതിൽ കാണണമല്ലോ, അത് 2 യാണീന്ന് പുറത്തേക്ക് എടുക്കുക, 2 യാണീന്ന് പുറത്തെടുക്കുക, അങ്ങനെ ചെയ്യാം. അത് കഴിഞ്ഞ് തൊട്ടിപ്പുറത്തെ ചെയിനില് 4 ചെയിൻ ഇട്ട് കൊടുക്കുക, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമുക്ക് ഓരോ പെറ്റൽസ്, ഇപ്പോ ഞാനൊരു എണ്ണം പറയുന്നില്ല, നിങ്ങൾക്ക് കിട്ടുന്ന അത്രയുള്ള പെറ്റൽസ് നിങ്ങൾ എടുത്തോ. അപ്പൊ എനിക്ക് ഇങ്ങനെ എണ്ണില്ല എത്ര പെറ്റൽസ് ആണെന്നുള്ള കേസ്. ഇത് വീഡിയോ എടുത്തിട്ട് കുറെ നാളായി, ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് തന്നത്. അതുകൊണ്ട് എത്ര പെറ്റൽസ് ആണ് ഞാൻ നോക്കിയില്ല. അപ്പോ ഇങ്ങനെയാണ് ചെയ്യണ്ടേ. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം 4 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ദെൻ തൊട്ടിപ്പുറത്തെ സ്റ്റിച്ചില് 4 ട്രിപ്പിൾ ക്രോഷ, അതായത് 3 വട്ടം ചുറ്റിയിട്ട് ചെയ്തെടുക്കുക. അപ്പൊ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് ജസ്റ്റ് നോക്കുക. സിമ്പിൾ ആണ് പെറ്റൽസ് ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ പെറ്റൽസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് നടുവിന്റെ 2 ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നമ്മൾ പുറത്തേക്കും അപ്പുറത്തേക്കും ആയിട്ട് വലിച്ചെടുക്കേണ്ടത്. ഇത് പടക്കാനും തുറക്കാനുള്ള പാകത്തിന് നമുക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആദ്യം ആ ചെയിൻ ഇട്ടില്ല 55, അതിന് തൊട്ടിപ്പുറത്ത് ഓപ്പോസിറ്റിലായിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് അതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ ആ ബാക്കിയുള്ള യാണ് അതിൽ തന്നെ ജസ്റ്റ് ഒന്ന് ചുറ്റി വെക്കാം. ദെൻ അപ്പൊ നമ്മുടെ ലിപ് ബാം ഹോൾഡർ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇത് ബാഗിലോ എവിടെ വേണമെങ്കിലും നമുക്ക് തൂക്കിയിട്ടിട്ട് കൊണ്ട് നടക്കാം. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് ഒരു ഹോം ഡെക്കോർ ആയിട്ട് തന്നെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം. ഞാനിത് റൂമിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത്.